നമുക്കറിയാം, ഒരു വളർച്ചയുടെ ധ്യാനം എന്നതുപോലെ നിൽക്കുന്നതാണ് പരിശുദ്ധ കുർബാന. നാം എല്ലാവരും എവിടെയെങ്കിലും ധ്യാനം കേട്ടിട്ടുണ്ട്, വചനം കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്, ധ്യാനിച്ചിട്ടുള്ളവരാണ്. ഈ വളർച്ചാ ധ്യാനം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. കുർബാന തന്നെ ഒരു ധ്യാനമാണ്. ആ കുർബാന അർപ്പിക്കുന്നത് ഒരു ധ്യാനമാണ്. കുർബാനയുടെ മുമ്പിലിരിക്കുന്നതും ഒരു ധ്യാനമാണ്. ഇതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഇനിയുള്ള കാലഘട്ടം കുർബാനയുടെ കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമുണ്ടായിരുന്നു. ആത്മാവ് എല്ലാവരെയും ഉണർത്തിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇനി നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് പരിശുദ്ധ കുർബാനയുടെ ഒരു കാലഘട്ടമാണ്. കുർബാനയിൽ കേന്ദ്രീകരിക്കപ്പെട്ടവർ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 12-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും നൽകപ്പെട്ട സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവർ അവൻ്റെ മേൽ വിജയം നേടി. തിന്മയുടെ മേൽ, ലോകത്തിൻ്റെ മേൽ, സാത്താൻ്റെ മേൽ വിജയം വരിക്കാനുള്ള ഏക മാർഗം കുഞ്ഞാടിൻ്റെ രക്തം, പരിശുദ്ധ കുർബാന, അതിൻ്റെ അർപ്പണവും അതിൻ്റെ ആഘോഷവും അതിൻ്റെ ആരാധനയുമാണ്. ഇതിലേക്ക് തിരുസഭ നമ്മളെ ക്ഷണിക്കുകയാണ്. ഈശോ അതിനുവേണ്ടി നമ്മൾക്ക് വേണ്ടി വാതിൽ തുറക്കുകയാണ്. നമുക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം. കുർബാനയിലെ ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാനും ബലിയർപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ. കുർബാനയുടെ കുടുംബങ്ങൾ രൂപപ്പെടട്ടെ. കുർബാനയുടെ വ്യക്തികൾ രൂപപ്പെടട്ടെ. ഇതാണ് ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഔഷധം. തകർച്ചയുടെ, തളർച്ചയുടെ, വിഷമത്തിൻ്റെ, സങ്കടത്തിൻ്റെ കാലഘട്ടത്തിൽ ഈശോ നമുക്ക് നൽകുന്നത് കുർബാനയാകുന്ന ദിവ്യൌഷധമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.